ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ജാനുവരി 30, ഇപ്പം ഏകദേശം ഒരു 6:25 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഫുൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിലീവേഴ്സിൽ കയറിയിട്ട് 1 വർഷമായിട്ടുണ്ട്. അപ്പം ഈ വർഷം, കഴിഞ്ഞ വർഷം ടൂർ ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല. അപ്പോൾ ഈ വർഷം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന്, ഞങ്ങളുടെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾ ടൂറ് പോകുന്നുണ്ട്. പോകണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലാണ്. അപ്പം ഇന്ന് ഒരു 10 മണിക്ക് പോയി നാളെ എത്തിച്ചേരണ രീതിയിലാണ് ടൂറ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ്. എല്ലാവരും ഒന്നും പോണില്ല, വാർഡിലെ കുറച്ച് പേര്, അങ്ങനെ 3-4 വാർഡ് ചേരുന്നതാണ് ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാൻ സത്യത്തിൽ ഒഴിഞ്ഞതാണ്. കാരണം എന്ന് വെച്ചാൽ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു, അപ്പൻ്റെ അമ്മയുടെ ഒരു ഉമ്മ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പല പ്ലാനായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഇതായിരിക്കും വിധി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലും എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗണ്ടില്ലാത്ത വേറൊന്നുമല്ല, ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, ആ കാലാവസ്ഥയുടെ ആണ്, സൗണ്ടില്ല. ഞാൻ ER അഡ്മിറ്റൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുഴപ്പമില്ല, സൗണ്ട് ഉണ്ട്. ബാക്കിയുള്ള വീഡിയോ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സൗണ്ട് ഒട്ടും കാണില്ല. അപ്പം ബാക്കി വിശേഷം പുറകെ അറിയിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ടൂറ് പോകേണ്ട ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വാർഡിൽ ഞങ്ങൾ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് മേഘാച്ചിയാണ്. മേഘാച്ചിയും പിന്നെ ജിൻസ, ഞാൻ, സിന്ധു ചേച്ചി, ലിജി, ഞങ്ങൾ ഇത്രമേ ഞങ്ങളുടെ വാർഡിൽ നിന്ന്. അപ്പം എല്ലാവരും സെറ്റാവുന്ന സമയത്ത് ഞങ്ങൾ ഓർത്തൊന്ന് ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വന്നു. നോക്കിയപ്പം പല വാർഡുകളിൽ പല ആൾക്കാർ. ഇത് ഞങ്ങളുടെ ഫീമെയിൽ സർജറിയിലെ ഞങ്ങളുടെ സൂപ്പർവൈസറാണ്. പിന്നെ ഞങ്ങളുടെ ഫീമെയിൽ ഓർത്തുവരെ ഞങ്ങളുടെ പിള്ളേരുതയുണ്ട്. അവർ 4 പേരുണ്ടായിരുന്നു. ദീപ്തി ചേച്ചിയും നീനും റോഷ്നയും പിന്നെ അതേപോലെ റിയയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ വാർഡിൽ തന്നെ പോയാൽ ഞങ്ങളുടെ ഡെൽമി മോള്, അവൾ ഫീമെയിൽ സർജറി ആണിപ്പം ഉള്ളത്. പിന്നെ അതേപോലെ ജിബിൻ ചേട്ടൻ, കുറേ ആൾക്കാർ, മിനി സിസ്റ്ററിൻ്റെ ഒക്കെ ലുക്ക് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു, ജീൻസും ഷോർട്ടും ഒക്കെ ഇട്ടതേ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ബസ് കർണൻ. ലൈറ്റൊക്കെ നല്ല രസമായിരുന്നു. ആദ്യം കയറിപ്പോൾ വളരെ കാമായിരുന്നു. ഈ പാട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പിള്ളേരിലുള്ള എല്ലാ പ്രാന്തും പുറത്തിളകി. അപ്പം തൊട്ട് ഞങ്ങൾ രാത്രി ഒരു എത്രയോ മണി വരെ, അത് വെളുപ്പിന് ആ ഒരു സമയം വരെ ഞങ്ങൾ തുള്ളലായിരുന്നു. മിന്നുൻ്റെ ഒക്കെ ചാട്ടം കണ്ടോ, എല്ലാവരും ഹൈപ്പറായിരുന്നു. നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്ത് ഭയങ്കര തേച്ചാണ് ഇവിടുത്തെ മെയിൻ സാധനം. കണ്ട ആ ചെറിയ ജിൻസയുടെ ചാട്ടം കണ്ടോ, എൻ്റെ ദൈവമേ. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു കേട്ടോ, കുറേ എൻജോയ് ചെയ്തു. ഇതിൽ തന്നെ ഞങ്ങൾ 2 സെറ്റായിട്ടാട്ടോ നിന്നത്. നമുക്ക് നിൽക്കാൻ സ്പേസ് ഇല്ലാഞ്ഞുകൊണ്ട് സർജറിക്കാരൊരു സൈഡിൽ, ഓർത്തോക്കാർ വേറൊരു സൈഡിൽ. സ്ഥലം എവിടാണെന്ന് ഒരു ബോധ്യമില്ലാത്തൊരു സ്ഥലം ആണോ? ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഇതിവിടെ പെട്രോൾ അടിക്കാൻ കൊണ്ടുവന്നേക്കാം. ആദ്യമായിട്ടാണ് ഞാൻ അറിയണത് ഒരു ബസ് എവിടെയെങ്കിലും പോകണമെങ്കിൽ 25,000 രൂപയുടെ പെട്രോളാണോ ഡീസലാണോ എനിക്കൊരു ഐഡിയ ഇല്ല. അതത്രയും വേണം. അതായത് 25,000 രൂപയ്ക്ക് ആ കാണുന്ന സുനാങ്കി, വിച്ച് മീൻസ് ദാറ്റ് ബസ് 25,000 രൂപയ്ക്കുള്ള പെട്രോളാണ് ഗൈസ് ഇപ്പം അടിച്ചിരിക്കുന്നത്. ഞാൻ ഞെട്ടി വളരെ. തുള്ളലൊക്കെ കഴിഞ്ഞ് എപ്പോഴോ ഉറങ്ങി കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഇതേപോലെ കൊടൈക്കനാലെത്തി. അവിടുത്തെ നല്ല തണുപ്പുള്ള ഒരു മോർണിംഗ് ഞങ്ങൾ തുടങ്ങി. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു, അപ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞങ്ങളുടെ കർണൻ ടീം അവരവിടെ ചെന്ന് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ, ഞങ്ങളുടെ ജിബിൻ ചേട്ടൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തുകാരനായി ഒരു ഷോളൊക്കെ ഇട്ട് പൊതച്ച് പുള്ളി തണുപ്പിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കായിരുന്നു. പിന്നെ ഞങ്ങളെ ബസ്സിൽ നിന്ന് നേരെ ഇറക്കി നമ്മളൊക്കെ ഒരു സ്റ്റേ പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് ആവാൻ വേണ്ടി. ആ സ്റ്റേയിലേക്ക് കൊണ്ടുപോവാണ്. എല്ലാവരുടെയും മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം
ആർക്കും തണുപ്പ് അങ്ങോട്ട് പറ്റണില്ല. പിന്നെ ഞങ്ങൾ എന്തിനോ വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു. എനിക്കൊന്ന് റൂം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഞങ്ങളെപ്പോലെ തന്നെ ഫ്രഷപ്പ് ആകാൻ വേണ്ടി റൂം എടുത്ത കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെ ഇറക്കിയിട്ട് നമ്മളെ കയറ്റാനായിരിക്കും. ഞങ്ങൾക്ക് റൂം കിട്ടി. എന്തോ എനിക്കറിയില്ല, ഈ താക്കോലിൻ്റെ പൂട്ട് എനിക്ക് തുറക്കാൻ പറ്റണില്ല. എന്താണെന്ന് എനിക്കറിയാം. വേറൊരു കയ്യിൽ കൊടുത്തപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തുറന്ന് കിട്ടിയായിരുന്നു ഗായ്സ്. ദാ ഇത് ജിൻസമോൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഞങ്ങളുടെ ജിൻസമോൻ്റെ ഫേസ് ഞാൻ ഞെക്കിപ്പിഴിയുന്നതാണ് സത്യത്തിൽ ഇതിലുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി കാണിക്കുന്നത് ഗൈസ്. ഒരു ഹോസ്റ്റൽ സ്റ്റുഡൻറ്റിൻ്റെ പേസ്റ്റാണിത്. അതിൻ്റെ ആത്മാവ് വരെ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചുരണ്ടി. അപ്പം യെസ് ഗൈസ്, എനിക്ക് കിട്ടി. ഞങ്ങൾ ഓരോരുത്തരും പിന്നെ ഒരുങ്ങാൻ തുടങ്ങി. ഞങ്ങൾ 9 പേർക്കൊരു റൂമായിരുന്നു. പക്ഷെ 9 ഞങ്ങൾ 11 പേരെങ്ങാനുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഒരുങ്ങി. ഇതിനകത്ത് മേഘയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വന്നത്. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. നമ്മളിപ്പോൾ എവിടെ ഉള്ള അങ്ങോട്ട് നോക്കി പറ. നമ്മളിപ്പോൾ എവിടെ ഉള്ള കൊടൈക്കനാൽ. അങ്ങനെ ഞങ്ങളുടെ ഒരുക്കം എല്ലാം കഴിഞ്ഞ് ബാഗൊക്കെ സെക്യൂർ ചെയ്ത് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ പോയി. ഇങ്ങനെ ഒരു ടോക്കൺ നമുക്ക് കിട്ടും. ആ ടോക്കൺ കാണിക്കുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടും. അപ്പം അവിടെ എന്തായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, ദോശ, ഇഡലി, പിന്നെ അതേപോലെ ഉപ്പുമാവ്. ഞാൻ പൂരിയും എന്തിട്ടാണ് ഉപ്പുമാവുമാണ് എടുത്തത്. അതിനുള്ള കറികൾ കടലക്കറി, വെജിറ്റബിൾ കറി, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു. അത്രയും തണുപ്പത്ത് അത്രയും ചൂടുള്ളൊരു ചായ കുടിച്ചിട്ട് എനിക്കൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം അവിടുത്തെ ഒരു ലോക്കൽ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടീമിനെ തന്നെ 44 പേരുള്ള ടീമിനെ തന്നെ 44 തോന്നുന്നു, കണക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, 2 ബസ്സിലാക്കി വിട്ടു. പക്ഷെ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ കൂടി കാണുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് അത് ഈ കുരങ്ങനൊക്കെ ഉള്ള ഈ ഒരു സ്ഥലത്തൊരു എന്തോ ഒരു വ്യൂ എന്നായിരുന്നു. സ്ഥലങ്ങളുടെ പേരൊന്നും ഞാൻ ഓർക്കില്ല കേട്ടോ. അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഏറ്റവും വലിയ പേടി കുരങ്ങൻ നമ്മുടെ കയ്യിലുള്ള സാധനം സ്നാച്ച് ചെയ്തുകൊണ്ട് പോകുന്നതായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങളെ ആരും ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയുള്ള സംഭവം, അവിടെ ഇങ്ങനെ ഒരു 50 രൂപ കൊടുക്കുമ്പം 8 ഗോലി സെറ്റാക്കും. ഞങ്ങളുടെ ടീച്ചർ സാറിനായിരുന്നു. പുള്ളി അസാധ്യ ഷൂട്ടറായിരുന്നു കേട്ടോ. പുള്ളിയും ഇതിങ്ങനെ കൊള്ളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ പുള്ളിയുടെ ശിക്ഷണത്തിന് വേറെ ആൾക്കാരെ ഇങ്ങനെ കൊള്ളിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൃത്യം പോയിന്റിലായിരുന്നു. എന്നിട്ട് ചേട്ടൻ ഇത്ര നന്നായിട്ട് ഷൂട്ട് ചെയ്യണതുകൊണ്ട് തന്നെ അയാൾ ഒരു ചാലഞ്ചൊക്കെ വെച്ചു. ഞാൻ ഇന്ന സ്ഥലത്ത് കൊണ്ട് വെക്കാം, നീ അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഇച്ചിരി ഹൈറ്റ് ആയതുകൊണ്ട് അത് എന്തായാലും കിട്ടില്ലെന്ന് അയാൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാമായിരുന്നു. ഞങ്ങളവിടെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. എല്ലാവരെയും കൂടി ഞങ്ങൾ പറയിച്ചു മലയാളികളാണെന്ന്. ഇവനെ കണ്ടോ, ഈ കണ്ണാടി വെച്ചാൽ ഇവൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്നതല്ല, അവനെ ഞങ്ങൾ വേറെ ടീംസിൻ്റെ കൂടെ ആട്ടോ കണ്ടത്. പല സ്ഥലത്ത് അവനെ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. പിന്നെ ചോക്ലേറ്റിൻ്റെ പോയിന്റിൽ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല ടോപ്പ് ക്വാളിറ്റി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയത് കൊണ്ട് വീട്ടിൽ പറയണമല്ലോ, അതിന് വേണ്ടി ഒരു പെട്ടി, അതും ഒരു കുഞ്ഞു പെട്ടി ചോക്ലേറ്റ് ആട്ടോ ഞാൻ വാങ്ങിച്ചത്. ഞങ്ങളെല്ലാവരും അങ്ങനെ വാങ്ങിച്ചുള്ളൂ. ഒരാളിത് വീട്ടുകാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി സ്പൈസസിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സ്ഥലത്ത് പോയി. ആ സ്ഥലത്തിൻ്റെ കഥ ഞങ്ങളുടെ ഒരു കൊച്ചു നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോണേ. മേഘേ, എന്താണ് കഥ? കഥ എന്താണ്? പറ. ആര് പാർപ്പിച്ചില്ലെന്ന്? ആര്? അപ്പൊ ഇന്നൊരു ബസ്സിന്റെ വീഡിയോ ആണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. ഇവിടെ നോക്കൂ, പാട്ട് വരുന്നത് മറ്റേ പാട് മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചൂടി. അതാണ് സിന്ധു ചേച്ചിയാണ് ഡ്രൈവർ കേട്ടോ. കളിവാക്കല്ല പെണ്ണ. ഞങ്ങളെ കണ്ടു നിന്നവരെല്ലാവരും വിചാരിച്ചു ഇവരിത് എന്ത് വട്ടായി കാണിക്കും. ഞങ്ങൾ ഇപ്പോഴത്തെ ബസ്സിൻ്റെ ട്രെൻഡ് ചെയ്യാൻ നോക്കിയത് പ്ലേറ്റിൽ പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ മാനേജർ മിനിസിസ്റ്ററിൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ആൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും പോയി എങ്ങോട്ടേക്കാണ്, ഒരു സത്യം പറയട്ടെ എനിക്ക് സ്ഥലങ്ങളുടെ പേരൊന്നും അറിയത്തില്ല. അവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ട് നടന്ന നടപ്പാട്ടോ അത്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. സിന്ധു ചേച്ചിയായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 5 പേരിൽ. പക്ഷേ സിന്ധു ചേച്ചിയായിരുന്നു ഓരോ സ്ഥലത്തും വളരെ ചുറുചുറുപ്പോടെ ചാടി മറിഞ്ഞ് വലിഞ്ഞ് കയറിയത്. ഞങ്ങളപ്പോഴും
ഞാനൊക്കെ കമ്പ് പിടിച്ച് കിടക്കണ വീഡിയോ ഒക്കെ ആരുടെ കയ്യിലും ഉണ്ട്. കാരണം എനിക്ക് പറ്റണുണ്ടായില്ല ഗൈസ്. എനിക്കെന്തോ ആർത്രൈറ്റിസ് വന്ന ആൾക്കാരെ പോലെയൊക്കെ ആയിരുന്നു ഞാൻ നടന്നത്. ഇതായിരുന്നു വ്യൂ. എന്ത് രസമായിരുന്നു എന്നറിയാം. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം കൂവലും ബഹളവും നല്ല നല്ല കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഈ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ച മാങ്ങയ്ക്കൊരു മധുരവും പുളിയൊക്കെ കൂടി ചേർന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് വന്നു. ഇവിടെ വന്ന് നമുക്കൊരു റീൽസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. ഇവൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നേരത്തെ വന്നാലേ നമുക്ക് നേരത്തെ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കഴിക്കാൻ പോയി. നേരത്തെ പോലെ ടോക്കണൊക്കെ കൊടുത്തപ്പം ബിരിയാണി ആയിരുന്നു, നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷേ വെജിറ്റേറിയൻകാർക്ക് ഫുഡ് എന്ന് പറഞ്ഞ് നമ്മൾ ചേട്ടന്മാരെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും അവർ നമ്മളെ വെജിറ്റേറിയൻകാരെ താഴെ കൊണ്ട് അവരെന്തോ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഒന്നും പറയാനില്ല, 4-5 പീസുള്ള നല്ല ക്ലാസ് സ്റ്റാൻഡേർഡ് ബിരിയാണി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് റൂട്ട് പോലും അറിയാത്ത ജിബിൻ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? റൂട്ട് പോലും അറിയാത്ത ജിബിൻ ചേട്ടൻ. ഇതാണ് ഞങ്ങളുടെ സാരഥി, ഞങ്ങളുടെ ഓൾ ഇൻ ഓൾ, ഞങ്ങളുടെ കോർഡിനേറ്റർ, ഞങ്ങളുടെ മെൻറ്റർ, ഞങ്ങളുടെ ക്യാപ്റ്റൻ. ഭയങ്കര നാണായിപ്പോയി. ഇത് ലേക്ക് സൈഡിൽ കൂടി ഞങ്ങൾ പോകുന്ന പോക്കാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബസ്സിനടുത്തേക്കാണ് പോകുന്നത്. ഇത് കഴിയുമ്പോഴാണ് പർച്ചേസ്. അവൻ്റെ കയ്യിരിക്കണ ബാഗ് കണ്ടോ, അത് എൻ്റെ ബാഗാണ്. നടക്കാൻ പറ്റണില്ല, അതിനകത്ത് വെയിറ്റൊക്കെ ആയതുകൊണ്ട് നേരെ ബാഗ് അവൻ്റെ കൊടുത്ത് പാവം പിടിച്ചവൻ ബാഗൊക്കെ ആയിട്ടാണ് നടക്കണത്. അങ്ങനെ അവിടുന്ന് കുറേ പർച്ചേസ് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ചുമയും പനിയും ഒക്കെ ആയിരുന്നു. ഞാൻ ബസ്സിൽ തന്നെ കുറേ നേരം കിടന്നുറങ്ങി. ഭയങ്കര ചുമയായിരുന്നു. ഞാൻ എല്ലാവരും ബുദ്ധിമുട്ടിച്ചു എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നമ്മളിതേപോലെ മുന്തിരിപ്പാടത്ത് വന്നപ്പോഴത്തേക്കും മുന്തിരിപ്പാടം അടച്ചിരുന്നു ഗൈസ്. പക്ഷെ നിങ്ങൾക്കറിയാലോ, നമ്മൾ എന്തിനേലും പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് കാണാതെ വരില്ല. ഞങ്ങളുടെ ടീം നേരെ പോയി ലൈറ്റൊക്കെ അടിച്ച് പോയി മുന്തിരിപ്പാടത്തിനകത്തോട്ട് ലൈറ്റ് അടിച്ച് നോക്കിയപ്പം മുന്തിരി കൊലകൾ ഇങ്ങനെ തൂങ്ങി തിളങ്ങി കിടക്കുന്നത് കണ്ടു ഗൈസ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. വേറെ ആർക്കും കാണാൻ പറ്റാതെ ഞങ്ങൾക്ക് കണ്ടു എന്നുള്ളൊരു കണ്ട സന്തോഷമായിരുന്നു ഗൈസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിൽ കയറി. ഇനി കാണിച്ചു തരാം ഗൈസ് ഞങ്ങളുടെ സൂപ്പർവൈസറിൻ്റെ തുള്ളൽ. ആൾ വെറുതെ വളരെ കൂളായിരുന്നു ഗൈസ്. കൂൾ മാൻ ആയിരുന്നു. ഡാൻസ് കാണിച്ചു തരാവേ, നോക്കിക്കോ. ഇതാ കണ്ടില്ല, എത്ര കൂളായിട്ടാണ് ജിബിൻ ചേട്ടൻ നിൽക്കണത്. ആ ഒരു സൂപ്പർവൈസറിൻ്റേതായിട്ടുള്ള ഒരു കാർക്കശ്യങ്ങളോ കാര്യങ്ങളോ. അത് ജിബിൻ ചേട്ടൻ മാത്രമല്ല കേട്ടോ, ശ്യാമ സിസ്റ്ററാണെങ്കിലും മിനി സിസ്റ്ററാണെങ്കിലും. ആദ്യം എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇവരുടെയൊക്കെ മുന്നേ എങ്ങനെ തുള്ളു. എൻ്റെ വേറൊരു മുഖമാണ് ഇവരന്ന് കണ്ടത്. കാരണം ഇവരൊക്കെ ഞെട്ടി. അതേപോലെ അലമ്പായിരുന്നു ഞാൻ. ഇതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ഇല്ല കേട്ടോ, കാരണം ഞാൻ തുള്ളും, ഞാൻ എടുക്കില്ല വീഡിയോ. അങ്ങനെ ജിബിൻ ചേട്ടൻ വളരെ ഹാപ്പി ആയിരുന്നു. ജിബിൻ ചേട്ടൻ മാത്രമല്ല കേട്ടോ, ടൂറിന് പോയ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. നമ്മൾ അത്രയും നമ്മുടെ കംഫർട്ട് സോണായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും നമുക്കറിയാം, നമ്മൾ അത്രമേൽ സന്തോഷിച്ചു. ഇനി ഞാനും ജിബിൻ ചേട്ടനോട് ഡാൻസ് കാണിക്കാം കേട്ടോ. ആ വീഡിയോയിൽ ജിബിൻ ചേട്ടനെ ശരിക്കും കിട്ടിയില്ല, സിന്ധു ചേച്ചി എടുത്തുകൊണ്ട് ഇച്ചിരി പ്രശ്നമായപ്പോൾ എന്തായാലും കാണിക്കാം. ഈ തുള്ളലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുമളിയിൽ വന്നു. അവിടെ വന്നപ്പോഴത്തേക്കും പൊറോട്ട, ചപ്പാത്തി, കുബൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തിയും കറിയും പിന്നെ അൽഫാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തത്. കാര്യം ഉണ്ടായില്ല ഗൈസ്, ഒറ്റ ചുമയ്ക്ക് ഞാൻ ഛർദ്ദിച്ചു. ഞാൻ പിന്നെ ഇതൊന്നും കഴിക്കാൻ നിന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും നേരെ കുറച്ച് ഡാൻസൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്ന്. എല്ലാവരും ഉറങ്ങി ഗൈസ് ആ സമയത്ത്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ കവാടത്തിൽ കയറി. കൊണ്ടുപോകാനുള്ളവരെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു, ചിലവർ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അന്നും ഈ വീഡിയോ ഇടുമ്പോഴൊക്കെ എനിക്ക് പനിയാണ്, എനിക്ക് സൗണ്ടില്ല ഗൈസ്. അങ്ങനെ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരു ക്ഷീണത്തിലായിരുന്നു എല്ലാവരും. എന്നിട്ട് കുറച്ച് പേരെ പോണ വഴിക്ക് ഇറക്കിക്കോളാമെന്ന് ബസ്സുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ ടീം കർണൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവരോട് താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വഴിക്കായിട്ട് ഇറങ്ങി. രാത്രിയിൽ ഈ ബസ് കാണാൻ എന്ത് രസമായിരുന്നറിയോ, അത്രയും ലൈറ്റൊക്കെ തെളിച്ച്. ഇവരൊരു
ഒരു ഹോൺ ഉണ്ടായിരുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർക്കെല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോന്നു. ഹലോ ഗായ്സ്, അപ്പം വീഡിയോ കണ്ട സ്ഥിതിക്ക് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. കുറേയേറെ ക്ലിപ്സ് ഇനിയും ആഡ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പല ഫോണുകളിൽ പല ആൾക്കാരെടുത്ത വീഡിയോസ് ഉണ്ട്. അപ്പം എൻ്റെ ഫോണിലുള്ളത് മൊത്തം തന്നെ ഞാനിതിൽ മൊത്തവുമല്ല, ഞാൻ ഫിൽട്ടർ ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് കേക്ക് കട്ടിങ് വന്നിട്ടുണ്ട്. ഞങ്ങൾ നൈറ്റിൽ ഞങ്ങൾക്ക് 2 പേരുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ കുട്ടിയും കൂടി കേക്ക് മുറിക്കണത് അതൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ പർച്ചേസിനൊക്കെ പോകാൻ നേരത്തെ എനിക്ക് തീരെ വയ്യാണ്ടായിപ്പോയി, അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായില്ല. പിന്നെ അതേപോലെ ബോട്ടിങ്ങിൻ്റെ അതൊക്കെ ഗോഡ് ബ്ലെസ് മീ എന്നെ തന്നെ. അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ടൂറായിരുന്നു. ഒന്നാമത് എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിന് നമ്മളെ ഇതിങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളെ കൊണ്ടുപോയ ഞങ്ങളുടെ ജിബിൻ ചേട്ടനും ഞങ്ങളുടെ മിനി സിസ്റ്ററിനും ഞങ്ങളുടെ ഹോസ്പിറ്റലിനും ഒക്കെ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഞങ്ങൾ അത്രയും ടോളറേറ്റ് ചെയ്തു. പല സ്വഭാവക്കാരായ 44 പേരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു ദിവസം കൊണ്ടുപോകാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. പക്ഷേ ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, എനിക്കത്ര പറയാനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കർണൻ, ടീം കർണൻ എന്ന് വെച്ചാൽ അവർ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഹിൻ്റ് ഉണ്ടായിരുന്നു, ഇവർ ഇങ്ങനത്തെ മീൻസ് അവരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവർ പൊളിയാണ് അടിപൊളിയാണ് എന്നൊക്കെ ഒരു ഹിൻ്റ് ഉണ്ടായിരുന്നു. പോരാത്തതിന് ഞങ്ങളുടെ നിഖിൽ സാറിൻ്റെ എന്തോ ഒരു ഇതുണ്ട്, ബന്ധം അവരുമായിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കറിയായിരുന്നു. അവർ നന്നായി നമ്മളെ കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകും. നമുക്ക് ഇടയ്ക്ക് ഫുഡിൻ്റെ ഒരു ഇഷ്യൂ വന്നായിരുന്നു, അതായത് വെജിറ്റേറിയൻസിൻ്റെ, അതിലൊക്കെ അവർ നല്ല രീതിയിൽ നമ്മളുടെ അടുത്ത് ഇടപെട്ട് അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചു പോലെ എൻ്റെ ബാഗൊക്കെ പിടിക്കാൻ ആളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ആൾക്കാരായിരുന്നു, അവരുടെ ടീമും അടിപൊളിയായിരുന്നു. എനിക്കത് അവർ 3 പേരോ 4 പേരെങ്ങാനും ഉണ്ടായിരുന്നു, അവരും നല്ലതായിരുന്നു. പിന്നെ എൻ്റെ ഞാൻ ബർത്ത്ഡേയിൽ എൻഗേജ്ഡ് ആകാൻ, അതായത് എനിക്ക് കുറേ മെസ്സേജസും കോൾസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരെ മാനേജ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ പോയത് ഇങ്ങനെയാണ്, കൊടൈക്കനാലിലാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു സമയത്ത് തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവരെയും ഞാൻ എന്താണ് അവർക്കൊക്കെ ഞാൻ താങ്ക് യു പറയുന്നു. കുറേ ഗിഫ്റ്റ്സ് കിട്ടി, അതിനൊക്കെ ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ പ്രാർത്ഥനയിലും ഉണ്ടാകും, എൻ്റെ ജീവിതത്തിലുടനീളം നിങ്ങളൊക്കെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.